ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ഒളിവിലാണോ? ആയത്തുള്ള അലി ഖമേനി ഭൂഗർഭ ബങ്കറിലാണോ? ഇത് റിപ്പോർട്ട് ചെയ്തത് മറ്റാരുമല്ല, ഇറാൻ ഇന്റർനാഷണൽ തന്നെയാണ്. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടു എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അമേരിക്കൻ പൗരന്മാരെ ആരെയും ഇറാൻ ആക്രമിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രയേലിനെ പറഞ്ഞത് ട്രംപ് ആണെന്നാണ് ട്രംപ് പറയുന്ന അവകാശവാദം. നമുക്ക് അതിലേക്ക് വിശദമായി വന്നാൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ആയത്തുള്ള അലി ഖമേനി പരിധിക്ക് പുറത്തല്ല എന്നുള്ളത്. അതായത് ഖമേനിയാണോ ഇസ്രയേലിന്റെ ടാർഗറ്റ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ് ആണ് വന്നത്. നമുക്കറിയാം, സൈനിക തലവന്മാർ, ആണവ ശാസ്ത്രജ്ഞന്മാർ, മാത്രമല്ല പരമോന്നത നേതാവിനെയും ടാർഗറ്റ് ചെയ്യാൻ പോവുകയാണ് ഇസ്രയേൽ. ആ തരത്തിലുള്ളൊരു മുന്നറിയിപ്പാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖമേനി ഇറാനിൽ സുരക്ഷിതനല്ലേ എന്നൊരു ചോദ്യം ഉയരുകയാണ്. ഇസ്രയേൽ എങ്ങനെയാണ് പലതവണ ഈ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സൈനിക സിവിലിയൻ തലത്തിലെ നേതാക്കളെ ഇല്ലാതാക്കിയ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ലോകം കണ്ട കാര്യമാണ്. ഖമേനി മാത്രമല്ല, ഖമേനിയുടെ കുടുംബവും ബങ്കറിലേക്ക് മാറി എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. എവിടേക്ക് മാറി? അതായത് വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറി എന്നുള്ളതാണ് സൂചന. ഖമേനിയുടെ പിൻഗാമി എന്ന് പ്രവചിക്കപ്പെട്ട മകൻ മൊജ്താബും ഈ ബങ്കറിലേക്ക്, അതായത് സുരക്ഷിതമായ ഒരു ഇടത്തിലേക്ക് ഖമേനി മാറ്റി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.